തലങ്ങളിൽ കൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നുണ്ട്. 3 തലങ്ങളിൽ കൂടെ ഒന്നാമത്തെ തലമെന്ന് പറയുന്നത്, ഒന്നാമത്തെ ഭവനമെന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കപ്പെടുമ്പോൾ മാതാവിനെ അത് കുഞ്ഞ് കണ്ടിട്ടില്ല. മാതാവിനെ ആ കുഞ്ഞ് കണ്ടിട്ടില്ല, ഗർഭപാത്രത്തിനകത്തിരിക്കുന്ന കുഞ്ഞ്. പക്ഷേ മാതാവിൻ്റെ സ്പർശനങ്ങൾ അറിയുന്നുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ സ്പർശനങ്ങൾ അറിയുന്നുണ്ട്, മാതാവിൻ്റെ തലോടലുകൾ, മാതാവിൻ്റെ സാന്നിധ്യം അകത്തിരിക്കുന്ന കുഞ്ഞ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ, ഒരു പ്രത്യാശയാ. അതിനുശേഷം അത് ഭൂമിയിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ഇന്നലെ വരെ കേട്ടത്, ഇന്നലെ വരെ തലോടലേറ്റത് ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. കാരണം ആ കുഞ്ഞിന് അവൻ്റെ മാതാവിനെ കാണാൻ പറ്റും. ഹല്ലേലൂയ. രണ്ടാമത്തെ തലമായ രണ്ടാമത്തെ ഭവനം ഈ ഭൂമിയിൽ പണിയപ്പെടുന്നു. മൂന്നാമത്തെ ഭവനം എന്ന് പറയുന്നത് സ്വർഗം കരുതി വെച്ചിരിക്കുന്നതാ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? എൻ്റെ കർത്താവിനെ എനിക്ക് മുഖാമുഖം കാണാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ഈ ഭൂമിക്കകത്ത് നേടിയതൊന്നും നേടിയതല്ല, ഈ ഭൂമിയിൽ ലഭിക്കപ്പെട്ടൊന്നും ലഭിക്കപ്പെട്ടതല്ല. പക്ഷെ ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് അത് നിത്യതയോളം എത്തിക്കുന്നതാ. ഏറ്റവും വലുത് അറിയേണ്ടത് നമ്മുടെ മേൽ, നിങ്ങളുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവുണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സ്വർഗത്തിൽ ഒരു ദൈവത്തിന്റെ അരികിലെത്തിക്കുന്നത്. ഈ ഭൂമിയിൽ എന്ത് നേടിയാലും ഒന്നുമല്ല എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അറിയണം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു കുഞ്ഞ് അതിനുശേഷം ഈ ഭൂമി ജീവിക്കപ്പെടുമ്പോൾ ഈ ഭൂമിയിലെ സമ്പത്തുകൾ ഒരു സ്വപ്നമായി മാറാം. ഈ ഭൂമിയെ കിട്ടിയ എല്ലാം കിട്ടിയെന്ന് വരാം, ഈ ഭൂമിയിൽ സ്വപ്നങ്ങൾ അവസാനിച്ചെന്ന് വരാം. എന്നാൽ ഒരു ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരുവൻ രക്ഷകനെ കണ്ടെത്തിയെങ്കിൽ അവന്റെ സ്വപ്നം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുകയല്ല, കർത്താവിനെ മുഖാമുഖം കാണുന്നതാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും അതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പറയാം, ഒരു രക്ഷകനെ നേടിയവർക്ക് ഒരു പ്രത്യാശയുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നതല്ല. ഞാൻ എൻ്റെ രാജാവിനെ മുഖാമുഖം കാണുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ എല്ലാ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിച്ചാലും എൻ്റെ സ്വപ്നം അവസാനിക്കാത്ത എൻ്റെ രാജാവ് മേഘാരൂഢനായി വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ അറിയണം, എന്തുകൊണ്ട് യേശുവിനെ വിളിച്ചു പറയുന്നു, എന്തുകൊണ്ട് ഈ രക്ഷകനെ വിളിച്ചു പറയുന്നു എന്തുകൊണ്ട് ഇന്ന് പകൽ ചോദിച്ച ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ പ്രത്യാശ അവസാനിച്ചിട്ടില്ല, ഞങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ഒരു നാൾ എന്റെ യേശു വരും, മേഘാരൂഢനായി, രാജാതി രാജാവായി, അവൻ കർത്താതി കർത്താവായി ഈ വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനോടുകൂടെ കാണുമെന്നുള്ളതാ എന്റെ സ്വപ്നമെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മകണ്ണിനകത്ത് വിളിച്ചു പറ, ഞാൻ അവനോട് കൂടെ കാണും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ഭൂമി നേടിയതൊന്നും നേടിയതല്ല, അതെല്ലാം ചപ്പന്ന് ചവറന്നും എണ്ണി. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അറിയണം, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് യേശുവാ. അമ്മേ, എത്ര പേര് അമ്മ പറയുന്നു? ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് യേശുവാ. യേശുവിനെ കിട്ടിയത് ഏറ്റവും വലിയ സമ്പത്ത്. എത്ര പേര് അമ്മയും പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന ഇന്ന് പകൽ വചനത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾ അറിയണം, ദൈവം ചില വഴികളിൽ കൂടെ നമ്മളെ നടത്തും. ഹല്ലേലൂയ. ചില കഷ്ടതയിൽ കൂടെ നടന്നു പോകാം, ചില കണ്ണുനീരിൽ കൂടെ നടന്നു പോകാം, പ്രത്യാശകൾ നഷ്ടപ്പെട്ട പോലെ നടന്നു പോകാം. പക്ഷെ ക്രിസ്തുവിന്റെ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ കൂടെ നടന്നു പോയാൽ, ചില കണ്ണുനീരിൽ കൂടെ കടന്നു പോയാൽ, ചില രോഗത്തിൽ കൂടെ കടന്നു പോയാൽ, എന്റെ രക്ഷകനെ എനിക്ക് കാണുക തന്നെ ചെയ്യും. ആ പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര ഒരു വിശ്വാസം ഏറ്റെടുക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവം തരുന്ന എപ്പോഴും നമ്മുടെ അകത്ത്, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മണ്ഡലത്തിലാണ്. ദൈവം ചില നിയമങ്ങൾ ഇട്ടിട്ടുണ്ട്, ദൈവം ചില കൽപ്പനകൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ കൽപ്പനകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഇട്ട കൽപ്പനയും മനുഷ്യനിട്ട നിയമങ്ങളുമുണ്ട്. ദൈവം ചെയ്ത എപ്പോഴും ഒരു കൽപ്പനകളുണ്ട്. പിടികിട്ടുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവം പറഞ്ഞ ദൈവം ചെയ്ത കൽപ്പനകളും ദൈവം ചില നിയമങ്ങളും വെച്ചു ഈ ഭൂമിയിൽ. എന്നാൽ മനുഷ്യനും ചില നിയമങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യന്റെ നിയമത്തെ ജനം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നിയമത്തെയും ദൈവം പറഞ്ഞതിനെയും ആരംഗീകരിക്കുന്നില്ല?
മനുഷ്യൻ അംഗീകരിക്കുന്നില്ല. ഇന്ന് പകലിലറിയണം, ദൈവം പറഞ്ഞതിനെ അംഗീകരിക്കുന്നവരാ നിത്യമായ സ്വർഗത്തിന് അവകാശിയാകുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വിചിന്തനം ചെയ്യണം. ബൈബിളിനകത്ത് പറഞ്ഞതിനകത്ത്, ദൈവം പറഞ്ഞ വചന പ്രമാണത്തിനകത്ത് നമ്മൾ നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഹിതം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ ആത്മകണ്ണിനകത്ത് വെളിപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 23-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കും. അപ്പൊ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ, കർത്താവിന്റെ അനുകാരിയാകുമ്പോൾ, അവനെ പിന്തുടരുമ്പോൾ സുഖമുള്ള കാര്യമാണെന്നാണ് ബൈബിൾ പറയുന്നത്. യേശുവിനെ അനുഗമിക്കുമ്പോൾ, യേശുവിനെ പിന്തുടരുമ്പോൾ, യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ, കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്നവരെ നോക്കണം. യേശുവിനെ അനുഗമിച്ച പത്രോസിൻ്റെ ജീവിതം സുഖമുള്ള ജീവിതമായിരുന്നു. പൗലോസിൻ്റെ ജീവിതം സുഖമുള്ള ജീവിതമാണ്. യോഹന്നാൻ്റെ എല്ലാം നോക്കി. ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയുള്ള ജീവിതമായിരുന്നു? കഷ്ടതയുള്ള ജീവിതമായിരുന്നു. കാരണം ഇവിടെ എന്തിനെ പണിയപ്പെടാൻ ആഗ്രഹിക്കുന്നു? ദൈവരാജ്യത്തെ പണിയപ്പെടുവാൻ. അവർ പറഞ്ഞ ഭാഗം വിടാം, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം എന്ത് ചെയ്യുക? സമീപിച്ചിരിക്കുക. ഈ ദൈവരാജ്യം സമീപിച്ച് യേശു എപ്പം വേണേലും വരും. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറയുക? ഒരുങ്ങിയിരിപ്പീൻ. ഇപ്പം നമുക്കറിയാം, എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ്റെ ദിവസങ്ങളൊക്കെ മുന്നേറാൻ തുടങ്ങുമ്പോൾ എലക്ഷൻ ആ സമയമാകുമ്പോഴത്തെ പുതിയ തലത്തിലേക്ക് പുതിയ മുഖ്യമന്ത്രി, പുതിയ മന്ത്രിമാർ ഇവരൊക്കെ വരാൻ തുടങ്ങുക. ഈ വരാൻ തുടങ്ങുന്നതിന് മുന്നോടി ഒരു വിളംബരം വന്നു കഴിഞ്ഞു. ഇത്രാം തീയതി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക. അതിനു വേണ്ടിയുള്ള വാൾ പോസ്റ്റുകളായി അതിനുള്ള പദ്ധതികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഭവനങ്ങളിലേക്ക് അവർ കൊണ്ട് പേപ്പർ തരുന്നു, ബാലറ്റ് പേപ്പർ തരുന്നു, മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക എന്നതാ. ഇതുപോലെ തന്നെ ദൈവരാജ്യം എന്ത് ചെയ്യാൻ പോവുക? വരാൻ പോവുക. എങ്ങനെ? രാജാവ് വരാൻ പോകുന്നു ഈ ഭൂമിയിലേക്ക്. ഇതിന്റെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ദൈവരാജ്യം വരുമ്പോൾ എങ്ങനെയുള്ളവരെ കൊണ്ടുപോകുന്നത്? എങ്ങനെയുള്ളവർക്ക് അവിടെ കടക്കാൻ പറ്റുന്നത്? എന്ന് പറയുക. ഇവിടുത്തെ പ്രഭുക്കന്മാരല്ല പോകുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർക്ക് വേണ്ടിയാ. അതുകൊണ്ട് എന്ത് പറയുന്നു? മനസ്സാന്തരപ്പെടണം. ദൈവരാജ്യം എന്തിരിക്കുന്നു? സമീപിച്ചിരിക്കുക എന്ന് പറയുന്നു. ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. അവർ ഭൂതകസ്ഥനെ വിടുവിക്കുന്നവരും മരിച്ചവരെ ഉയർക്കുന്നതും പിശാച് ബാധിച്ച ബന്ധനങ്ങളെ അഴിക്കുന്നവരും ഒക്കെ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു വെച്ചു. ഇവിടെ പറയുന്നു യേശു പറയുക എന്ത് ചെയ്ത് പറയുന്നു? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തു. അപ്പൊ യേശുവിന്റെ പിന്നാലെയുള്ള യാത്ര, യേശുവിന്റെ കൂടെയുള്ള യാത്ര, നിത്യതയിലേക്കുള്ള യാത്ര എന്തുള്ളതാന്ന് പറഞ്ഞു? കഷ്ടതകളുള്ളതാണ്, നിന്ദകളുള്ളതാണ്. ക്രൂശിന്റെ ഫലം പോലാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും നിന്ന് 18-ാം അധ്യായം 18-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം? നിത്യജീവനെ അവകാശമാക്കണം. യേശു കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന് അനേക വാസസ്ഥലമുണ്ട്, ഞാനത് ഒരുക്കാൻ പോകുക. ഒരു പ്രത്യാശ ഇവരുടെ ശിഷ്യന്മാർക്കെല്ലാം കൊടുക്കുക. ഞാൻ വരും, നിങ്ങളെ ചേർപ്പാൻ വരും. അപ്പൊ ഇവരുടെ അകത്ത് ഒരു വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആരുടെ വരവിനായി കാത്തിരിക്കുന്നു? യേശുവിന്റെ വരവിനായി കാത്തിരിക്കുക. അപ്പൊ യേശു പ്രസംഗിച്ചത് നിത്യജീവനെ കുറിച്ചാണ്. നിങ്ങൾ സബ്ജക്റ്റിലേക്ക് വരണം, ശ്രദ്ധയോടെ കേൾക്കണം. യേശു പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? യേശു പറഞ്ഞ ദൈവരാജ്യത്തെ കുറിച്ചാണ്. യേശു പറഞ്ഞ നിത്യജീവനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ ഒരാൾ വന്നു പറയുവാണ്, യേശുവിന് അരികിൽ വന്നിട്ട് പറയുക, ഇവിടെ പറയുന്നത് ഒരു പ്രമാണി, അതിനടിയിൽ നിങ്ങൾ വരയിട്ടോളം ആരാന്ന് പറയുന്നു. ഒരു പ്രമാണി എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായല്ലോ, വിശദീകരണത്തിന് ആവശ്യമില്ല. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എനിക്ക് എന്ത് വേണം?
എനിക്ക് നിത്യജീവൻ വേണം. എനിക്ക് നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അതിന്റെ 20-ാമത്തെ വാക്യം. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നു. യേശു പറഞ്ഞു ഇങ്ങനൊരു കൽപ്പനയുണ്ട്, നീ എന്ത് ചെയ്യരുതെന്ന് ഇവിടെ പറയുന്നു. 20-ാമത്തെ വാക്യം പറയാ, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളൊക്കെ നീ അറിയുന്നുവല്ലോ എന്ന് ചോദിച്ചു. 22-ാമത്തെ വാക്യം. യേശു ഇനി ഒരു കുറവും അവൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നവനാ. യേശു പറയാ ഇനി ഒരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ. നിന്റെ കുറവിനെ ഇവിടെ പറയും. ഇവൻ ആദ്യമേ തന്നെ പറഞ്ഞു യേശുവിന് അടുത്ത് വന്ന് നിത്യജീവൻ ചോദിച്ചവൻ ആരാന്ന് പറഞ്ഞു? പ്രമാണിയാന്ന് പറഞ്ഞു. ഇവൻ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവനാന്ന് പറഞ്ഞു. യേശു പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് ഇവിടെ പറഞ്ഞു. എന്നാ പറഞ്ഞേ? നിനക്കുള്ളതൊക്കെയും വിറ്റ് നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അപ്പൊ യേശു മുന്നമേ പറഞ്ഞു വെച്ച് എന്നെ അനുഗമിക്കുന്നവൻ എന്നെ ചെയ്യണം, എന്റെ ക്രൂശ് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതിന് 23-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചേ. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. അതീവ ദുഃഖിതനായി അവൻ തീർന്നു. ദുഃഖിതനായി തീരുവാൻ കാരണം എന്നാ? അവൻ ഈ ഭൂമിയിലുള്ള മുഴുവനെയും ആഡംബരത്തിലും സൗഭാഗ്യത്തിലും ജീവിക്കുന്നു. അവന്റെ സ്വപ്നം നിൽക്കുന്നത് ഈ ഭൂമിയിലെ സമ്പത്തിലാണ്. രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിന് സ്വപ്നം നിൽക്കുന്നത് ഇവിടെ ആയിരിക്കരുത്, സ്വർഗത്തിലായി മാറണം. എത്ര പേര് ആമീൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഭൂമിയിലായിരിക്കരുത് നിന്റെ ആശ്രയം വെക്കേണ്ടത്. എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ അവനോട് കാണുമെന്ന് പറയുന്നത് സ്വപ്നം എന്ന് പറയുന്നത്. ആമീൻ. നിന്റെ ദർശനം എന്ന് പറയുന്നത് ഈ ഭൂമിയിനകത്തി പോകരുത്. ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല നിന്റെ ദർശനം. നിന്റെ ദർശനം സ്വർഗത്തിൽ യേശുവിന്റെ മുഖാമുഖം കാണുന്നതായി മാറണം. ഇവിടെ പറയുന്ന വാക്ക്, അവൻ പറഞ്ഞു നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവനാ. അമ്മ മോശ പറഞ്ഞ കൽപ്പനകൾ മുഴുവൻ അനുസരിക്കുന്നവനാ. പക്ഷെ യേശു പറഞ്ഞു നിനക്കൊരു കുറവുണ്ട്. ഇന്ന് പകൽക്കാലം പറയണം, ആ കുറവ് പറയുകയാണ്, നീ ഉള്ളത് വിറ്റ് ദരിദ്ര കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്ക എന്ന് പറയുന്നു. പൗലോസ് പറയുന്നു, സമ്പന്നനായ പൗലോസ് പറയുന്നു, യേശുവിനെ കിട്ടിക്കഴിഞ്ഞവൻ പറഞ്ഞു ഈ ഭൂമിയിലുള്ളത് ചപ്പൊന്ന് ചവറന്ന് എണ്ണപ്പെട്ട് അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. എനിക്കോ എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്ന് പ്രശംസിപ്പാൻ ഇല്ലെന്ന് പൗലോസ് പറയുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ളതിലാകരുത് നിന്റെ ആശ്രയം, സ്വർഗത്തിലുള്ള ദൈവത്തിലാകണം നിന്റെ ആശ്രയം. അപ്പൊ ഈ ദൈവത്തിലേക്ക് ഒരുവൻ വരുമ്പോ അവൻ ഇന്ന് പകൽക്കാലം പറഞ്ഞേ, അവൻ എന്തുകൊണ്ട് പറയുന്നു? അവൻ സമ്പന്നനായതുകൊണ്ട്, അവൻ എത്ര ധനവാനാകൊണ്ട് ഇത് കേട്ട് അതീവ ദുഃഖിതനായി കടന്നുപോയി. അപ്പൊ യേശുവിലേക്ക് വരുന്ന ഒരുവൻ നന്മയുള്ളവനായി മാറണം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം എന്നെടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, യേശു കർത്താവ് യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി. അവിടെ ഒരു വരയിട്ടോണേ. ഒരു പ്രമാണി ആദ്യം വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിനകത്ത് ഒരു പ്രമാണി വന്നു. അവൻ സമ്പന്നനായിരുന്നു. യേശു പറഞ്ഞു, അവനോട് എന്നാ പറഞ്ഞു? നിനക്കുള്ള വിറ്റിട്ട് ദരിദ്രം കൊടുത്തിട്ട് എന്നെ പിഞ്ചൊല്ലാൽ നിനക്ക് നിത്യജീവനുണ്ട്. പിടികിട്ടിയവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒന്നാമത്തെ മണ്ഡലം പ്രമാണിയായ ഒരുവൻ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, പ്രമാണിയായ ഒരുവൻ യേശുവിന് അരികിൽ വന്നു. അവൻ കൽപ്പനകൾ മുഴുവൻ അനുസരിക്കുന്നു പറഞ്ഞു. യേശു പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിച്ചാൽ നിനക്ക് നിത്യ ജീവനുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു അമ്മീ ചുങ്കക്കാരിൽ പ്രമാണി. കണ്ടോ അവിടെ വരുന്ന വാക്കുണ്ടോ? ഇവനും ആരാന്നാ പറഞ്ഞേ? പ്രമാണിയും
ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പിടികിട്ടിയോ? രണ്ടുപേരും എങ്ങനെ നിൽക്കുന്നവരാ? തുല്യരാ. രണ്ടുപേരും തുല്യരാ. പ്രമാണിയായ ഒരു മനുഷ്യൻ യേശുവിന്റെ അരികിൽ വന്നു. ഇവിടെ പറയുന്നു ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. വായിച്ചു. എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവൻ യേശു പറഞ്ഞു. ആ കട്ടത്തിയുടെ ചോട്ടി വന്നിട്ട് സക്കായിയെ വിളിച്ചു. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടതാ. സക്കായിയെ വേഗത്തിൽ ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. 6-ാമത്തെ വാക്യം. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ഇവിടെ നിന്നോട് നിങ്ങൾ ഒന്ന് ഓർത്തോണം, കർത്താവിന്റെ അടുത്ത് വരാൻ ചുമ്മാ നിസ്സാരമായിട്ട് വരാൻ പറ്റത്തില്ല. എങ്ങനെ വരാൻ പറ്റുള്ളൂ? ബന്ധപ്പെട്ടൊന്ന് വരണം. അമ്മയും പിടി കിട്ടിയോ? ചിലതിൽ നിന്നൊക്കെ ഇന്ന് പുറത്തോട്ട് വരണം ഇച്ചിരി ബന്ധപ്പാടുണ്ട്. ചില പാരമ്പര്യത്തിൽ നിന്ന് ഇറങ്ങാൻ ചില ബന്ധപ്പാടുകളൊക്കെ ഉണ്ട്. ചില ബന്ധനങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ ചില ബന്ധപ്പാടുകളൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്നു അവൻ കാട്ടത്തിൽ നിന്ന് പറഞ്ഞു ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ ബന്ധപ്പെട്ടിറങ്ങി വന്നാലേ കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളാൻ പറ്റുള്ളൂ. ബന്ധപ്പെട്ടിറങ്ങി. ഇന്ന് ബന്ധപ്പെട്ടിറങ്ങിയവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ചില ബന്ധനങ്ങളിൽ നിന്നോ ചില പാരമ്പര്യത്തിൽ നിന്നോ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ബന്ധപ്പെട്ടിറങ്ങി വന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുക. അവർ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. എന്നിട്ട് അവൻ പാപിയായൊരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് അവനെ കുറിച്ച് പറയാം. യേശുവിനെ സക്കായിയുടെ വീട്ടിലോട്ട് പോകാതിരിക്കുമ്പോഴേ പറഞ്ഞു പാപിയായ മനുഷ്യന്റെ കൂടെ പാർപ്പാൻ പോയി എന്നൊക്കെ പിറുപിറുത്തു. അവിടെ നിൽക്കട്ടെ. 8-ാമത്തെ വാക്യം. സക്കായിയെ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. അപ്പം 2 പ്രമാണികളെ കണ്ടു. 2 പേർ നിങ്ങളുടെ അകത്തോടെ ചിന്തിച്ചോണം. ഒരുവൻ യേശുവിന് അരികിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ എല്ലാ കൽപ്പനയും അനുസരിക്കുന്നതാ. യേശു പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട്, നീ ഉള്ള വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ പിൻചൊല്ലുക. അവൻ ഏറ്റവും ദിഗ്വിതനായി മടങ്ങിപ്പോയി. കാരണം അവന്റെ സമ്പത്താണ് അവന്റെ ഏറ്റവും വലുത്. ഇവിടെ സക്കായിലേക്ക് വരുമ്പോ സക്കായിയെ നോക്ക്. സക്കായി വന്നിട്ട് യേശു അങ്ങോട്ട് പറഞ്ഞില്ല. യേശു പറയാത്ത ഒരു വാക്യം പറയുക. അവൻ യേശുവിനെ കണ്ടെത്തിയപ്പം പറയുക. ഇന്ന് പകലിൽ കണ്ടെത്തുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവിടെ പറയുന്ന വാക്ക് ഇവിടെ പറയുന്നു സക്കായി നിന്നു കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ ഞാൻ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. എന്നിട്ടോ ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ അറിയണം, യേശുവിനെ കണ്ടെത്തുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിനെ കണ്ടെത്തുന്നു. ആമേൻ. അവൻ ഇന്ന് പകൽക്കാലം അറിയണം അവന്റെ മേൽ നിത്യജീവനെ സ്വർഗം പകരപ്പെടുന്നതാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം ഈ ഭൂമിയിൽ ഒന്നും നേടിയതല്ല, സ്വർഗത്തിൽ നേടിയതാ. നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കണം? ഇന്ന് സ്വർഗത്തിൽ ഇരിക്കുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമി നിന്നെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലോ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു പറ, ഈ ഭൂമിയിൽ എന്നെ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും എന്റെ ദൈവം എന്നെ അറിയുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ ഈ ഭൂമിയിലെ നേടിവെച്ചത് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇന്ന് പകൽ കർത്താവിനെ നേടിയവർ നിത്യതയ്ക്ക് ഓഹരിക്കാരായി മാറും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. 2 വ്യക്തികളെ ഞാൻ പറഞ്ഞു. ഒന്ന് സമ്പന്നനായിരിക്കുന്ന ഒരുവൻ യേശുവിന് അരികിൽ വരുന്നു. അവൻ സമ്പന്നനായിരുന്നുകൊണ്ട് യേശു പറഞ്ഞു നീ ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ പിന്മാറിപ്പോയി. കാരണം എന്റെ പിന്നാലെ വരുന്നവൻ എന്റെ ക്രൂശ് ചുമപ്പാൻ യോഗ്യതയുള്ളവനായിരിക്കണം. ഇന്ന് യേശുവിനെ പറയുന്നെങ്കിൽ ചില നിന്നെ ഉണ്ട് സഹോദര, ഒരു പരിഹാസമുണ്ട് സഹോദര, ചില ഏറെക്കേണ്ടി വരും സഹോദര. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതോ ഒരു ചെവി കേട്ടിട്ടില്ലാത്തോ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിരൂപിക്കാത്തത് ഒന്ന് സ്വർഗ്ഗത്തിൽ നിനക്ക് കരുതിയിട്ടുണ്ടത് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക ഇന്ന് പകലിൽ.
ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നേടിയതൊക്കെ യേശുവിന് വേണ്ടിയാണെങ്കിൽ, ആമേ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? നേടിയതൊക്കെ കർത്താവിന് വേണ്ടി. അപ്പൊ രണ്ടുപേരെ പറഞ്ഞു. ഒരുവൻ യേശുവിനെ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു, ആമേ, അവന്റെ സ്വഭാവം തന്നെ മാറിയിട്ട് പറഞ്ഞു, ആമേ, ഞാൻ ചതിവായി മേടിച്ചിട്ടുണ്ടെങ്കിൽ, ചതിവായി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഞാൻ കൊടുക്കാം. 9-ാമത്തെ വാക്യം പറയും, യേശുവിനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഉറപ്പോടെ പറയണം, ആമേ, ഉറപ്പോടെ വേണം. യേശുവിനെ കൂടിയുള്ളതൊക്കെ മതി. ഹല്ലേലൂയ. യേശുവിനെ കൂടാതെ നേടിയതൊന്നും നേടിയതല്ല. ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഈ ഭൂമിക്കകത്ത് വലിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കാൻ പറ്റും, അതല്ല ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ നിത്യതയ്ക്ക് ഓഹരിക്കാരായവർ പറയണം, ആമേ, കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ അവരോട് കാണുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, 7:15. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കോണം, അങ്ങനെ ഒരു കൂട്ടം ഇതിനകത്ത് ഉണ്ടെന്ന് യേശു പറഞ്ഞു വെച്ചു. അവരെന്തിൽ നിൽക്കുമെന്നാ പറയാൻ പോകുന്നേ? ഇവിടെ പറയുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അവരുടെ ലക്ഷ്യം നിത്യതയല്ല, അവരുടെ ലക്ഷ്യം ക്രിസ്തുരാജ്യ ദൈവരാജ്യമല്ല, അവരുടെ ലക്ഷ്യം അവരിലേക്കാണ് വരുന്നത്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് വരുന്നവൻ, ദൈവത്തോടു കൂടി നടക്കുന്നവൻ എന്തുണ്ടെന്ന് ആദ്യം പറഞ്ഞു? കഷ്ടതയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, ആമീൻ, കർത്താവിന്റെ ക്രൂശുമുണ്ട്. അപ്പൊ ദൈവരാജ്യത്തെ പ്രസംഗിക്കാൻ നടന്ന കർത്താവിന്റെ ശിഷ്യന്മാരെ നോക്കിക്കോ. പത്രോസിനെ ആയിട്ട്, യോഹന്നാനെ ആയിക്കോട്ടെ, യാക്കോബിനെ ആയിരിക്കും, ഇവർക്കെല്ലാം എന്താ അനുഭവിച്ചുകൊണ്ടായിരുന്നേ? നിന്ന അനുഭവിച്ചു. അവർ കഷ്ടതയും നിന്ന അനുഭവിച്ചു. അവരെല്ലാം എവിടെയുണ്ട്? ദൈവരാജ്യത്തിലുണ്ട്. പിടികിട്ടുന്നോ? അപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടി ഒരാൾ നിൽക്കുമ്പോൾ അവരെങ്ങനെയുള്ളവരാന്ന് പറഞ്ഞു. അമ്മ ഇവിടെ പറയുന്നു, അമ്മ ഒരുത്തനോട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. എന്നാ പറഞ്ഞേ? നിനക്കുള്ളത് വിറ്റിട്ട് ദരിദ്രം കൊടുത്തിട്ട് എന്നെ ചെയ്യണം? എന്നെ പിന്തുടരാൻ. പിടികിട്ടെന്ന് പറഞ്ഞ സ്തോത്രം ചെയ്യാം. ഇവിടെ പറയുന്ന വാക്കിനകത്തേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നോട്ടത്തിൽ ആരാണ്? നോട്ടത്തിൽ പ്രവാചകന്മാരാണ്. പക്ഷെ ഇവിടെ പറയും, സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കയറുന്ന ലക്ഷ്യം മാറിയുള്ള ഓട്ടം. ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിയുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. നിത്യതയെ പ്രസംഗിക്കപ്പെടുന്നുവെങ്കിലും ലക്ഷ്യം ഈ ഭൂമിയിലായിപ്പോയി. നിത്യതയെ പ്രസംഗിക്കപ്പെടുന്നെങ്കിലും, യേശുവിന്റെ രാജ്യത്തെ പ്രസംഗിക്കപ്പെടുന്നെങ്കിലും ഇവർ കാല് വച്ചിരിക്കുന്ന എവിടെയാ? ഈ ഭൂമിയിലാ. ഈ ഭൂമിയിലെ സമ്പത്തും, ഈ ഭൂമിയിലെ ആഡംബരവും, ഈ ഭൂമിയിലെ മാത്രത്തിലാ. അപ്പം നമ്മുടെ യേശു പറഞ്ഞ വാക്കിലേക്ക് വന്നാലോ, യഥാർത്ഥത്തിൽ ഒരുവൻ ക്രിസ്തുവിലേക്ക് വന്ന അവൻ എന്തുണ്ടെന്നാ പറഞ്ഞേ? കഷ്ടതയുണ്ട്, എൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ല. ഇത് മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല, നിത്യതയുടെ ഉറമ്പടിയാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ. ദൈവരാജ്യത്തിലേക്ക് ഒരുവൻ മാറണമെങ്കിൽ, ക്രിസ്തുവിലേക്ക് ഒരുവൻ മാറണമെങ്കിൽ സകലതും ത്യജിച്ചിറങ്ങുന്നവൻ എന്തുണ്ടെന്ന് പറയുന്നു? നിത്യതയും കഷ്ടതയും ഉണ്ട്. കാരണം എൻ്റെ ഗുരുനാഥൻ കഷ്ടത അനുഭവിച്ചതാ. എത്ര പേര് പറയുന്നുണ്ട്? ഹല്ലേലൂയ. പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. യൂദായുടെ ലേഖനം അതിന്റെ 4-ാമത്തെ വാക്യം. യൂദായുടെ ലേഖനം 4-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ, യൂദായുടെ ലേഖനം 1:4 പറയുക, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ. അപ്പൊ ഇവിടെ പറയുന്നു, അപ്പൊ യേശുവിനെ ഫോളോ ചെയ്ത എന്താ വരുമെന്ന് പറഞ്ഞേ?
സമ്പന്നനാകുമെന്നാണ് പറഞ്ഞേ. യേശുവിനെ പിന്തുടരുമോ നിനക്ക് വേണ്ടത് മുഴുവൻ ദൈവം തരും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ ഇവിടെ പറയുന്ന വാക്കിനകത്ത് യൂദായുടെ ലേഖനത്തിൽ പറയാ, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ടു തന്നെ. അപ്പൊ ബൈബിൾ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നോക്കിയേ. യേശു തന്നെ പറഞ്ഞു, എന്നെ പിന്തുടരുന്നവർ എന്ത് ചെയ്യണം? സകലതും വിട്ട് എന്നെ പിന്തുടരണം. പിന്തുടരുന്നവർക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലമോ? ക്രൂശ. ഇവിടെ പറയുന്ന വാക്കിനകത്തായി നിങ്ങൾ നോക്കിയേ, ദൈവത്തിന്റെ കരുണയെ ഇവിടെ പറയുക, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അപ്പൊ ഇതൊരു എന്തിലേക്ക് വന്നു? ഇത് കർത്താവിന്റെ നാമം പറഞ്ഞ് ദുഷ്കാമ പ്രവർത്തിക്കും ഇവിടെ പറയുന്നു ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ അങ്ങനെയുള്ള ഒരു മണ്ഡലം ഈ ഭൂമിയിൽ വന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷം, യേശുവിന്റെ ശിഷ്യന്മാർ വന്ന വഴികളും ആ റൂട്ടുകളെ നിങ്ങൾ നോക്കണം. യേശു പറഞ്ഞു, ഒരുവനോട് പറഞ്ഞു, നീ ഉള്ള വിറ്റിട്ട് എന്ത് ചെയ്യണം പറഞ്ഞു? ദരിദ്രന്മാർക്ക് കൊടുക്കണം. നിന്റെ കയ്യിൽ ലഭിക്കപ്പെട്ട മാമോനെ കൊണ്ട് നിങ്ങൾ ആത്മാക്കളെ നേടിക്കൊള്ളാൻ പറഞ്ഞു. മണ്ഡലത്തെ തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കർത്താവിന് വേണ്ടി നിന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, പല പ്രാവശ്യം നമ്മുടെ സഭയിൽ വന്നതാ. മുട്ടങ്കീവറി സപ്പച്ചൻ, 5 വൻകരകളിൽ പ്രസംഗിച്ച ഒരു മനുഷ്യൻ, കർത്താവിന് വേണ്ടി ദേശത്ത് യേശുവിനെ പ്രസംഗിച്ചവൻ, ദരിദ്രർക്ക് വാരിക്കൊടുത്തവൻ, ഒന്നും നേടിയല്ല ഈ ഭൂമിയിൽ നിന്ന് പോയത്. ആമീൻ. ആ മരണത്തിന്റെ മുന്നിൽ നിന്നൊരു ദൈവദാസന്റെ പ്രസംഗത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ആമീൻ, വീണ്ടും കാണാമെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ കാണാൻ യോഗ്യത ഉണ്ടോന്ന് അറിയത്തില്ല, പക്ഷെങ്കിൽ അപ്പച്ചന് കർത്താവിനെ കാണാൻ പറ്റും. ഇന്ന് പകൽ നമ്മുടെ അകത്തൊരു ഓഹരിക്കകത്ത് വെക്കണം. ആമീൻ. ഞാൻ ഈ ഭൂമി ഇന്ന് മാറ്റപ്പെട്ടു പോയാലും എനിക്ക് എൻ്റെ നാഥനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയും, ഭൂമി നേടിയതൊന്നും നേടിയതല്ല. ഞാനിത് പ്രസംഗിക്കാൻ കാരണം ജീവിതത്തിനകത്ത് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ നേടിയൊരു മനുഷ്യൻ ഇന്നലെ ഈ ഭൂമി ഇന്ന് മാറ്റപ്പെടുമ്പോൾ ഈ സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്. ആ രക്ഷ എന്തെന്നറിയോ? യേശുവിന്റെ വരവിൽ ഞാനും അവനോടുകൂടി കാണപ്പെടുമെന്ന ഒരു വിശ്വാസം അകത്തുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തോണം എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വൃത്തിക്ക് മുന്നിൽ ഞങ്ങൾ ചെല്ലുവാനിടയായി. അവിടെ ചെന്നപ്പോ അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞത് ഒന്നും നേടിയതായിട്ട് കണ്ടില്ല, ആ വീടിനകത്ത് ഒന്നും നേടിയതായിട്ട് കണ്ടില്ല, ഒരു പഴയ വീട്. അവിടെ ചെന്ന് രോഗത്തിന്റെ അവസ്ഥയ്ക്കകത്തിരിക്കുമ്പോ പുള്ളിക്കാരത്തി പറയുന്നത്, എന്റെ മക്കളെ, കർത്താവിനെ സ്നേഹിച്ചത് പോരാ, കുറച്ചുകൂടെ എനിക്ക് ആയുസ് തന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചാവിന് വേണ്ടി കുറച്ചുകൂടെ സ്നേഹിക്കായിരുന്നു. അനേക പാവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അവർക്ക് വേണ്ടി ചില നന്മ ചെയ്യാമായിരുന്നു. അതിനു വേണ്ടി എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ നല്ലതാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചവരും ഇതിനകത്തുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിത്യത കണ്ടെത്തിയവർ ഈ ഭൂമിയല്ല വിഷയം, നിത്യത കണ്ടെത്തിയവർ സ്വർഗമാ വിഷയം എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുപോലെ തന്നെ ഒരു പുനലൂരുള്ള ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അങ്ങനെ കൈവപ്പില ഞാൻ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുന്നത്. ധർമ്മക്കന്റെ മാസ്റ്റർ പറഞ്ഞു, ഈ ശരീരം വിട്ട് അവനോടുകൂടി വസിപ്പാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു. കാരണം ഈ കാണുന്ന ലോകം ദുഷ്ടലോകമാണ്, ദുഷ്ടന്മാരാൽ പിടിക്കപ്പെട്ട ലോകമാണ്. പക്ഷെ ഈ ഭൂമി വിട്ട് അവനോടുകൂടി വാസം ചെയ്യുവാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു. നന്മ ചെയ്യുന്നവരാരുമില്ല, ഈ സുവിശേഷത്തിൽ നന്മ ചെയ്യുന്നവരാരുമില്ലെന്ന് പറയുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവി പറയുക, ദൈവസഭയോട് പറയുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവരിൽ ഇന്ന് പകൽക്കാലം നിത്യജീവനെ ദൈവം തമ്പുരാൻ പകരും. പകരുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇത് ദുഷ്ടലോകമത്രേ. വേർപെട്ടവരോട് ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവ് വരും, അവൻ കള്ളനെ പോലെ വരും. നീ തള്ളപ്പെട്ടു പോകല്ലേ, തള്ളപ്പെട്ടു പോകല്ലേ. ഈ ഭൂമി നേടിയതൊന്നും നേടിയതല്ല കുഞ്ഞേ, അവൻ നേടാൻ പോകുന്നത് നിത്യമായ ജീവനെ. ഇന്ന് പകൽ വിളിച്ചു പറ, എനിക്കൊരു രക്ഷകൻ സ്വർഗത്തിലുണ്ട്.
ഓ ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. കർത്താവിന്റെ അരികിൽ വരുന്നവൻ, കർത്താവിന്റെ അരികിൽ നിൽക്കുന്നവനും ഇന്ന് പകൽക്കാലം പറയണം, ഏറ്റവും വലിയ രക്ഷകനെ നീ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ജീവിതത്തിന്റെ ആദായ മാർഗമായി പോകല്ലേ. ആമി കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്തു. ആമി അതുകൊണ്ട് പറയുക, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് യേശു കർത്താവ് പറയുന്ന ഒരു വാക്യം നിങ്ങൾ നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്നും മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്നും അത്തിപ്പഴവും. ഇപ്പൊ ദൈവരാജ്യത്തെ യേശു പറഞ്ഞു. ഇതാരെ കുറിച്ചാ പറയുന്നേ? ദൈവരാജ്യത്തിനകത്ത് ആണെന്ന് പറഞ്ഞ് പ്രവേശിച്ചവരെ കുറിച്ച് പറയുക. ഇവിടെ പറയുന്ന വാക്ക് നോക്കിയേ, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. നിങ്ങൾക്ക് തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷമാണോ നല്ല ഫലം കായ്ക്കുന്നു? ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം ആകാത്ത. ലക്ഷ്യം നിങ്ങൾ നോക്കണം. ഒരു ലക്ഷ്യസാരം നിങ്ങളുടെ അകത്ത് വരണം. ലക്ഷ്യം എന്തായിരിക്കണം? വീണ്ടെടുക്കപ്പെട്ടവരല്ല, രക്ഷിക്കപ്പെട്ടവർ. ലക്ഷ്യം എന്തായിരിക്കണം? ആരുടെ വരവിനായി കാത്തിരിക്കുക? മണവാളന്റെ വരവിനായി കാത്തിരിക്കുക. ഇടയ്ക്കൊക്കെ നോക്കിക്കോണം, ഇടയ്ക്കിടയ്ക്ക് വിളക്കൊന്ന് നോക്കിക്കോണം, എണ്ണയൊക്കെ ഉണ്ടോന്ന്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 10 കന്യകമാരെ വിളിച്ച് ദൈവം തമ്പുരാൻ ഇറക്കി. 10 കന്യകമാരെ മരിച്ചു കുറിച്ച് പറഞ്ഞു. മണവാളൻ വരുമ്പോ 5 പേരുടെതിനകത്ത് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേര് പോയിരിക്കുകയായിരുന്നു. അവിടെയാ കുമ്പനാടിന് പോയിരിക്കുക എണ്ണ മേടിക്കാൻ. ഇന്ന് പകൽക്കാലം അറിയണം, നിന്റെ എണ്ണ വറ്റിപ്പോകാത്തവണ്ണം, നിന്റെ മേൽ തന്നിരിക്കുന്ന അഭിഷേകം നഷ്ടപ്പെടാത്തവണ്ണം ഇന്ന് പകൽ നിൽക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ നിൽക്കുന്നുണ്ട്? നീ നല്ല ഫലം കായ്ക്കുന്നവർ. ഇവിടെ പറഞ്ഞു, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം എന്ത് ചെയ്യും? നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലമേ കായ്ക്കത്തുള്ളൂ. 18-ാമത്തെ വാക്യം. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയും. നല്ല വൃക്ഷമാണ് നല്ല ഫലം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കായ്ക്കും. ആകാത്ത വൃക്ഷമോ? ആകാത്ത വൃക്ഷം നല്ല ഫലം കായ്ക്കത്തില്ല. 19-ാമത്തെ വാക്യം പറയുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ഇവിടെ ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷ അവസാനിക്കും. ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കും. ആമേ, 3-ാമത്തെ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതാ. എത്ര പേർ ഓർമ്മയോടെ നിൽക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. 1-ാമത്തെ ഭവനം ഞാൻ പറഞ്ഞു, അമ്മയുടെ ഗർഭപാത്രമാണെങ്കിൽ 2-ാമത്തെ ഈ ഭൂമിയിലെ വാസമാ. 3-ാമതൊരു ഭവനം സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെല്ലണമെങ്കിൽ പറയുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു, നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെടും. ഇന്ന് പകലിൽ ഇറങ്ങണം. ഈ ഭൂമി നേടിയതല്ല, കർത്താവിന് വേണ്ടി നേടിയതാ ഏറ്റവും വലിയ ഫലം. വിശ്വസിക്കുന്നവർക്കായി. അതുകൊണ്ട് പറയുന്നു, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ അകത്തറിയണം. ഇത് യഥാർത്ഥ ഫലത്തിൽ നിൽക്കുന്ന വൃക്ഷമാണോ അല്ലാത്ത വൃക്ഷമാണോ എന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. കുട്ടുപാട്ട് മാത്രമല്ല, ആത്മാവിന്റെ വിവേചനമകത്തുണ്ടാകണം. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാത്തൊരു കൂട്ടം ഉണ്ടെങ്കിൽ ഏത് കൂട്ടമാണെന്നറിയാവോ? അത് തന്നെ പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും. ഒരു നന്മ ചെയ്യാത്തൊരു കൂട്ടമുണ്ടെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ജാതികൾ പോകുന്ന പോലും നന്മ ചെയ്യത്തില്ല. കാരണം ലക്ഷ്യം മാറിയുള്ള ഓട്ടം നിത്യതയെ ചെല്ലത്തില്ല. ചുങ്കക്കാരും പാവനികളും ദൈവരാജ്യത്തിൽ ചെന്നാലും നിങ്ങൾ ചെല്ലത്തില്ലെന്ന് ദൈവവചനം പറയുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? വൃക്ഷത്തെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആകാത്ത വൃക്ഷം എന്ത് ചെയ്യും? ആകാത്ത ഫലം കായ്ക്കും. നല്ല വൃക്ഷമോ നല്ല ഫലത്തിലേക്ക് വരും. ഇന്ന് പകൽ ചിന്തിച്ചോണം, ഏത് ഫലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്? കർത്താവിൻ്റെ വരവുണ്ട്, ഏത് സമയവും സംഭവിക്കും. കർത്താവിൻ്റെ വരവിനായി ഒരുക്കപ്പെടുന്നു വരികിൽ നിങ്ങൾ ഏതിലേക്ക് വരണം?
നല്ല ഫലം കായ്ക്കുന്നവരായി വരണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ഞാനിത് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുവന്നതിന്റെ കാരണം, ഈ ഭൂമിയിൽ നേടി എല്ലാ സ്വപ്നങ്ങളും കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഞാൻ നേടിക്കഴിഞ്ഞു, പക്ഷെങ്കിൽ സ്വപ്നത്തിനപ്പുറം ഒരു സ്വപ്നം കാണാൻ പറ്റിയില്ല. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ പറ്റിയില്ല. യേശുവിനെ കണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. അപ്പൊ നമ്മുടെ അകത്തറിഞ്ഞ് എതിലേക്ക് വരണം, നല്ല ഫലമുള്ള വൃക്ഷമായി മാറണം. 1 യോഹന്നാനിലേക്ക് 2-ാം അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായം 2:3. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പൊ കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. ഇവിടെ മുതൽ കണ്ടന്റ് മേഖലയിൽ ഞാൻ കിടക്കുന്നത്. ഞാൻ ആദ്യം കൊണ്ടത് വെച്ചു, ഫലത്തെ കുറിച്ച് പറഞ്ഞു. ഒരുവൻ ധനവനായിരുന്നു. അവൻ പറഞ്ഞു, അവൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? നിന്റെ വസ്തുവകൾ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ പിൻപറ്റാൻ പറഞ്ഞു. അവൻ അവിടെ വിട്ടുപോയി. സക്കായിയെ കൊണ്ടുവന്നു. സക്കായി പറഞ്ഞു, ഞാൻ എന്തെല്ലാം അനധികൃതമായി നേടി വെച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കാം, കാരണം ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ആമേൻ. എന്നിട്ട് പറയുക, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷവും നല്ല ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷവും. ഇന്ന് പകലി പരിശുദ്ധാത്മാവിൽ അറിയണം. 1 യോഹന്നാൻ വന്നിട്ട് 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം പറയുക, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന്. കർത്താവ് പറഞ്ഞതിനെ ഞാൻ അനുസരിക്കുന്നുവെങ്കിൽ കർത്താവ് എന്നെ അറിഞ്ഞിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. 4-ാമത്തെ വാക്യം, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയും. അത് ആരിലേക്ക് വരുന്നു? ഒന്നാമത്തെ 3 വായിച്ചേ. എങ്കിൽ നാം അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്ന് വരികിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന്. നാം കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു. അവന്റെ പ്രമാണത്തിനകത്ത് നിൽക്കുന്നെങ്കിൽ, അവന്റെ നിയമത്തിനകത്ത് നിൽക്കുന്നു വരികിൽ ആരെ അറിഞ്ഞിരിക്കുന്നു? ഞാൻ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു. 4-ാമത്തേതോ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ഞാൻ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്തവൻ കള്ളനാകുന്നു. ആരാന്ന് പറഞ്ഞു? നിങ്ങളുടെ നോട്ടത്തിൽ കൽപ്പനകൾ അനുസരിക്കുന്നവനാന്ന് പറയും, എന്നാൽ കർത്താവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ബൈബിൾ എന്താ പറയുന്നത്? ദൈവം പറഞ്ഞ കൽപ്പന ഏതാ? മത്തായി സുവിശേഷം 22-ാം അധ്യായം 32-ാമത്തെ വാക്യം യേശു പറഞ്ഞ കൽപ്പന. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. യേശു കർത്താവ് പറഞ്ഞു, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. എന്നാ പറഞ്ഞേക്കുന്നേ? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എന്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ യേശു കൊണ്ടുവന്ന കൽപ്പന ഏതാണ്? കർത്താവ് പറഞ്ഞ ഒന്നേ ഉള്ളൂ, അത് സ്നേഹമാ. കർത്താവ് പറഞ്ഞ ഒരു സ്നേഹം. ഇവിടെ പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ, ഒരുവന്റെ ഭാരം ചുമക്കുന്നില്ലെങ്കിൽ, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പന എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കുന്നില്ല. അപ്പൊ 1 യോഹന്നാന്റെ അതിന്റെ 2:4 വന്നപ്പം പറഞ്ഞ വാക്കെന്നാ? അവനെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേ. നമ്മൾ ഒരു അപ്പത്തിന്റെ അംശങ്ങളാന്ന് പറയുന്നു. നമ്മൾ തമ്മിൽ പൊറുക്കാൻ പറ്റുന്നുണ്ടോ? തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? യേശു കർത്താവ് സകലവും ഏറ്റെടുത്ത് ക്രൂശിൽ മറിക്കുമ്പോ യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ഇവരോട് സ്നേഹിക്കണമേ. ക്രിസ്തുവിന്റെ സിമ്പൽ, ക്രിസ്തുവിന്റെ അടയാളം സ്നേഹമാ.
യേശു അതുകൊണ്ട് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റിട്ട് നിനക്ക് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ പിന്തുടരുക, നിനക്ക് സ്വർഗത്തിലൊരു വാസസ്ഥലമുണ്ട്. ഇവിടെ പറഞ്ഞു അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ നീ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവല്ല, നീ ആരാന്നാ പറഞ്ഞേ? നീ കള്ളനാകുന്നു എന്നാ പറയുന്നേ. അപ്പൊ ദൈവസന്നിധിയിൽ എന്ത് വേണം? നിത്യതയ്ക്ക് ഒരു ഓഹരിക്കാർ, ഉടമ്പടിക്കാരുമായി മാറണം. എത്ര പേര് അമ്മയും പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അമ്മയും മത്തായിയുടെ സുവിശേഷത്തിലെ വീണ്ടും ഒന്ന് കടന്നു വന്നേ, 7-ാം അധ്യായത്തിലേക്ക്. 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യം. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു വച്ചിരിക്കുക. എന്നാ പറഞ്ഞത്? കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. ആണോ? ഉറപ്പുണ്ടോ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞവൻ, അവന്റെ ഭാരങ്ങളെ ചുമക്കാൻ പറഞ്ഞവൻ, അവന്റെ മുറിവിനെ കെട്ടാൻ പറഞ്ഞവൻ, ദൈവരാജ്യത്തെ പ്രസംഗിക്കപ്പെടുമ്പോ ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ. അപ്പൊ ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് പറയും. യേശു പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്ക് വെള്ളം വിറ്റിട്ട് ആണേ. ദൈവത്തിന്റെ കോളിങ്ങിനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നീ അറിയുന്നുണ്ടോ? നിന്റെ അടുത്തുള്ളവന്റെ പട്ടിണി നീർത്തിട്ട് മതി നിന്റെ സുവിശേഷം. മറ്റുള്ളവന്റെ കണ്ണുനീര് കണ്ടിട്ട് മറികടന്നു പോകുന്നവനാകരുത്. അതുകൊണ്ട് യേശു പറഞ്ഞൊരു നല്ല ശമരിയനെ കുറിച്ച് പറഞ്ഞു. ഒരുത്തൻ അർത്ഥപ്രാണനായി വഴിയോരത്ത് കിടക്കുമ്പോ അതിലെ ഒരു പുരോഹിതനും കടന്നു, അവൻ അതിലെ കടന്നുപോയി. അടുത്തവൻ വന്നു, ലേവ്യൻ വന്നു, അവനും കടന്നുപോയി. ഒരു നല്ല ശമരിയൻ വന്നു, അവന്റെ മുറിവിനെ കെട്ടി. ഇന്ന് പകൽ വിചിന്തനം ചെയ്യണം. നീ നല്ല ശമരിയനാണോ? നീ ഒരു പുരോഹിതനാണോ? നീ ഒരു ലേവ്യനാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നിത്യതയിലേക്ക് കരഞ്ഞിട്ടുവാൻ, നിത്യ പ്രസംഗിക്കുവാൻ. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ അറിയണം, നിന്റെ അകമേ ഉള്ള മനുഷ്യൻ ദിനം പ്രതി ശക്തി പ്രാപിക്കണമെങ്കിൽ ഇന്ന് പകലെ. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനക്കാരൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ നിരൂപിക്കാത്തത് സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ അതിരുകൾ വിശാലമാകണമെങ്കിൽ, നിന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നീ ശരീരത്തിൽ ഇരിക്കുമോ നല്ലതാകിലും അത് ചീയതലാകിലും അതിന്റെ പ്രതിഫലം വരണമെങ്കിൽ കുഞ്ഞെ ഇന്ന് പകൽക്കാലം അറിയാ, ദൈവരാജ്യത്തിന് വേണ്ടി ചില നിന്ദകൾ സഹിക്കേണ്ട വന്നാലും ഇന്ന് പകൽ പൗലോസ് പറഞ്ഞ പോലെ ഇതെല്ലാം ചപ്പന്ന ചവറണ വേണ്ടുന്ന ഒരു കൃപ നിന്റെ മേൽ വരണം. ഇന്ന് പകൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്റെ യേശുവിന് വേണ്ടിയാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഒന്നും നേടിയെന്ന് വരത്തില്ല, 2 നില ബംഗ്ലാവ് വന്നെന്ന് വരത്തില്ല, റിമോട്ടിൽ ചലിക്കുന്ന ഗേറ്റ് വന്നെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, എന്റെ രാജാവ് വരുമ്പോ ഞാൻ അവനോടുകൂടെ കാണും. അങ്ങനെ പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രതീക്ഷ, എന്റെ പ്രത്യാശ എന്റെ യേശു വരുമ്പോഴാണെന്ന് പറയുന്നവർക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് ഇവിടെ പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, ആമേ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്നിട്ട് പറയും 22-ാമത്തെ വാക്യം പറയുക, കർത്താവേ 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 നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ല. കണ്ടോ? കർത്താവിന്റെ നാമത്തിൽ ഇതെല്ലാം പറഞ്ഞു. ഇതൊക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാ. ആമേ ഈ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആമേ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. ആമേ ഇന്ന് പകലിൽ കാലം അറിയണം, ദൈവത്തിന്റെ പ്രവർത്തിക്കാത്ത, ദൈവത്തിന്റെ
വിശ്വസ്തതയ്ക്ക് നിന്നില്ലെങ്കിൽ കർത്താവിന്റെ വരവിങ്കിൽ നീ തള്ളപ്പെടും. ഇന്ന് പകൽക്കാലം അറിയണം, ഒരുക്കമുള്ളവരായി കർത്താവ് വിളക്കിലെ എണ്ണ വറ്റിപ്പോകാത്തവരായി ഇന്ന് ഈ ഭൂമി നിൽക്കാൻ റെഡിയാണെങ്കിൽ, കർത്താവിന് വേണ്ടി കർത്താവിന് പകരമായി നന്മ ചെയ്യാൻ റെഡിയാണെങ്കിൽ, കർത്താവിന് വേണ്ടി ഭാരം ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ, യേശു പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ ധൈര്യത്തോടെ വരാമോ. എന്റെ രാജാവിന്റെ വരവിങ്കിൽ ഞാനും അവനോടുകൂടെ കാണപ്പെടുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്ന വാക്യത്ത് നിങ്ങൾ നോക്കിയേ, ആമീൻ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ആമീൻ, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും പറയുന്നു. അന്നാളിൽ എന്നോട് പറയും, എന്നാളിൽ യേശുവിന്റെ വരവെങ്കിൽ യേശു പറയുന്ന വാക്കുകൂടെ കിടക്ക. 23-ാമത്തെ വാക്യം, അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഒരു നാൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം എന്നാ പറയുന്ന കാരണം, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീരെന്ന് അവൻ കൽപ്പിക്കും. ഇന്ന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ അറിയണം, ഇതിവിടെ വാരി പൂട്ടി വെച്ചാലും കൊച്ചെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നീ ചെയ്യുന്ന നന്മ മാത്രമേ നിത്യതയിൽ ചെല്ലത്തുള്ളൂ. ഇന്നത്ര പേരാമയും പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഇങ്ങനല്ലപ്പാ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഇങ്ങനല്ല. ആമി സമ്പത്ത് വാരിക്കൂട്ടുന്നതല്ല, ബംഗ്ലാവ് പണിയുന്നതല്ല, ചില്ലിട്ട കൊട്ടാരം പോലെ വീട് പണിയുന്നതല്ല, മെഴ്സിഡൻസ് ബെൻസ് ആമി ശുശ്രൂഷ ചെയ്യുന്നതല്ല. യേശു വന്നത് ആമി ദരിദ്രനായി താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു നാഥനെ ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ഇവനൊരു ആശാരി ചെറുക്കനല്ലയോ? യോസഫിന്റെ മറിയയുടെ മകനായ ആശാരി ചെറുക്കനല്ലയോ ഇവന്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിക്കോദീമോസ് പറയുന്നു, നീ സ്വർഗത്തിൽ നിന്ന് വന്നവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ആത്മാ കണ്ണിനകത്ത് തിരിച്ചറിയണം, യേശുവിനെ നീ പിന്തുടരുന്നെങ്കിൽ, ഈ ലോകത്തിലുള്ളത് മുഴുവൻ തീക്കായി ഒരുക്കി വെച്ചിരിക്കുന്നെങ്കിൽ, നിത്യമായ ഒരു സ്വർഗം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അന്ന് ഞാൻ അവരോട് പറയും, ആമി, ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് ആമി ഒരു കൽപ്പനയുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണോ? കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണോ? ഇന്ന് പകൽക്കാലം നിന്നെ കരുതുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ ഭൂമി കഷ്ടത വന്നാൽ, നിന്ന വന്നാൽ, പരിഹാസം വന്നാൽ, ഇന്ന് പകൽക്കാലം അറിയണം, നിന്നെ കരുതാവെന്ന് ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമി, മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യുമെന്നാ ചോദിച്ചത്. ഇന്ന് പകൽക്കാലം ഇടർച്ച വന്നാലും, ഇന്ന് പ്രതികൂലം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, എന്നെ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആശ്രയം യേശുവിൽ വെക്കണം. ഇന്ന് പകൽക്കാലം ആശ്രയം യേശുവിൽ വെക്കണം. ഈ നല്ല കർത്താവിനെ പ്രസന്റ് ചെയ്യണം. ഈ നല്ല കർത്താവിന്റെ നന്മതി ചെയ്യുന്നവരായി മാറാം. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറയണം, ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിളിച്ചു പറയണം, എന്റെ കർത്താവ് എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം പറയുന്നു, യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു. ആമേ. യേശു കർത്താവ് പറയുക, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ആ യേശുവിൽ കൂടെ കടക്കുന്നവൻ എന്ന് പറയുന്നുണ്ടോ? യേശുവിൽ കൂടെ കടക്കുന്നവൻ ഇവിടെ പറയുന്നു രക്ഷപ്പെടും. അകനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഇന്ന് കർത്താവിന് വേണ്ടി നീ നിൽക്കുന്നവരിൽ നീയും നിന്റെ കുടുംബവും ഒരു അനുഗ്രഹമായി മാറും. നീ ചിന്തിക്കാത്ത വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് പകൽ നീ നന്മ ചെയ്യുന്ന മടുത്തു പോകാതിരിക്കും. നന്മ ചെയ്ത് നീ മടുത്തു പോകാതിരിക്കുന്നുവെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരിൽ, കർത്താവിന് പകരമായി നീ നന്മ ചെയ്യുന്നവരിൽ, ഇന്ന് പകൽ വർത്തോ ആമി ഇന്ന് പറയുന്ന വാക്കുപെടുക, ആമൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നിനക്കുള്ള വാതിൽ സ്വർഗത്തിലെ ദൈവം തുറക്കും. ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ നിന്റെ മുൻപിലുള്ള ചെങ്കടലുകൾ തനിയെ തുറന്നുകൊള്ളു. ഇന്ന് പകൽ നീ ഒരു അഭിഷേകത്തിന്റെ നിറവിനകത്ത് നിൽക്കുന്നവരിൽ, ഇന്ന് പകൽക്കാലം അറിയണം, അവ സറാഫത്തിൽ ഒരു കരുതലുണ്ടെങ്കിൽ അത് ദൈവം നിനക്ക് വേണ്ടി കരുതോ. ഈ തക്ക സമയത്ത് നിനക്കുള്ള കാക്കയെ ദൈവം നമ്മളെ റെഡിയാക്കാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, നിന്നെ നിന്ദിക്കപ്പെട്ടു പോവാൻ, നിന്റെ തലമുറ നിന്ദിക്കപ്പെട്ടു പോവാൻ, നിന്റെ ഭവനം നിന്ദിക്കപ്പെട്ടു പോവാൻ സ്വർഗം അനുവദിക്കത്തില്ല.
ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറ. അവൻ ഈ ആത്മാവിനകത്ത് വിളിച്ചു പറ. അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും അവൻ മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ, കർത്താവിന്റെ അടയാളമായി ഞാൻ ദേശത്ത് നിൽക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകലും ഓർത്തോ, നീയോ നിന്റെ കുടുംബമോ ലജ്ജിച്ചു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പറയാ, ആമീൻ നിന്റെ ജീവിതത്തിനകത്ത് ആമീൻ ഒരു വഴിത്തിരിവായി മാറാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറ, നീ ദേശത്തിനകത്ത് ദൈവം നിന്റെ തലമുറയെ ഒരു അടയാളമാക്കി വെക്കുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം അറിയണം, ഹല്ലേലൂയ, ഈ ഭൂമി നേടുന്നതിനേക്കാൾ വലുത് എന്റെ യേശുവിനെ നേടുന്നെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിന്റെ 27-ാമത്തെ വാക്യം കൊണ്ടത് വായിച്ചേ. 27, 28. ഞാൻ അവയെ അറിയുകയും ഞാൻ അവരെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഇന്ന് പകൽ അറിഞ്ഞോ, കർത്താവിന്റെ പിൻപിൽ നിന്നെ അനുഭവിച്ചും പരിഹാസം അനുഭവിച്ചും ഒക്കെ നീ നടക്കുന്നെങ്കിൽ, നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണാം, അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വന്ന് കാണാം. പക്ഷെ അവരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞു പോയാലും നീ ഭാരപ്പെടരുത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാണ്, നീ പ്രാർത്ഥിച്ച അനേക കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ട് നല്ല നിലയിലേക്ക് വന്നിട്ടുണ്ട്. അവർ അനുഗ്രഹിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് നിന്നെ കാണുമ്പോൾ അവർ വഴിമാറിപ്പോകുന്നെങ്കിലും നീ ദുഃഖത്തോടെ മാറി നിൽക്കരുത്. കാരണം യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് ഉൾപ്പെടെ, യോഹന്നാൻ ഉൾപ്പെടെ, യാക്കോബ് ഉൾപ്പെടെ എല്ലാവരും യേശുവിൻ്റെ കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാ. എന്നാൽ യേശുവിൻ്റെ കൈകളിൽ വിലങ്ങുകൾ വെച്ചുകൊണ്ട് ആമി കോടതികളിൽ മാറി മാറി വിധിക്കപ്പെടുമ്പോ സന്നിധി സംഘത്തിനിടയിൽ പത്രോസ് അപ്പോസ്തലനും പോയിരുന്നു. ആമി അവരുടെ അരികിലിരുന്നിട്ട് ആമി യേശുവിനെ ക്രൂശിക്ക എന്ന് ജനം നിലവിളിച്ചപ്പോ പത്രോസ് പോലും വായ്കൾ തുറന്നില്ല. ഇന്ന് പകൽ അറിയണം, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളയാത്തൊരു യേശു നിനക്കുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ്. ആരെല്ലാം നിന്നെ നിന്ദിച്ചാൽ, ആരെല്ലാം നിന്നെ പരിഹസിച്ചാൽ, നിന്റെ വേല നീ മടുത്തു പോകല്ലേ, നിന്റെ ശുശ്രൂഷ നീ മടത്തു പോകരുത്, നിന്റെ പ്രാർത്ഥന നീ കുറഞ്ഞു പോകല്ലേ. ഇന്ന് പകൽ ദൈവം ഏൽപ്പിച്ചത് അന്ത്യത്തോളം വിശ്വസ്തത ചെയ്ത വിശ്വസ്തദാസരെ എന്നുള്ളൊരു വിളി നിന്റെ കേൾക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ ആത്മകണ്ണിനകത്ത് വിളിച്ചു പറ, എന്റെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതോ എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്ന വാക്കിനകത്ത് വിളിച്ചു പറയുന്ന 27-ാമത്തെ വാക്യം പറയാ, യേശു പറയും, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കുകയും. കണ്ടോ, യേശു പറയുന്നു, ഞാൻ അവയെ അറിയും. ആമേ, ഇന്ന് പകൽക്കാലം പറഞ്ഞു, നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നതാണെങ്കിൽ എൻ്റെ യേശു എന്നെ അറിയുന്നുണ്ട്. ആമേൻ. ഇന്ന് നിന്റെ കണ്ണുനീര് അറിയുന്നുണ്ടെന്ന് പറയുന്ന എത്ര പേര് ഞാൻ തിരുപ്പുണ്ട്. നീ അറിയേണ്ട പോലെ യേശുവിനെ രുചിച്ചറിയുന്നെങ്കിൽ, ഇന്ന് അറിയേണ്ട പോലെ ദൈവത്തെ അറിയുന്നു വരികിൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ പറയുന്ന വാക്കുണ്ടോ? ഇന്ന് അവർ പറയുന്ന വാക്കിന് 27-ാമത്തെ, ഞാൻ അവയെ അറിയും, എന്നെ അനുഗമിക്കുകയും ചെയ്യും. 28-ാമത്തെ വാക്യോ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഒരുവൻ വന്ന് ചോദിച്ച് യേശുവിനോട് ചോദിക്കുക, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞ കൽപ്പന, മോശ പറഞ്ഞ കൽപ്പനകൾ, എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നതാ. യേശു പറഞ്ഞ, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ പിൻപറ്റുക, നിത്യജീവൻ നിനക്കുണ്ട്. ഇന്ന് പകൽ എത്ര പേര് പറയുന്നുണ്ട്, ഈ ഭൂമിയിലൊത്ത നേടിയതൊന്നും നേടിയതല്ല, നിനക്ക് നേടുവാൻ വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്നതാ. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നൊരു വാക്ക് ഞാൻ ഓർത്തു, എന്നെ അനുഗമിക്കുന്നവർ. യേശുവിടെ പറഞ്ഞു, നീയുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ ചെയ്യാൻ പറഞ്ഞു, എന്നെ അനുഗമിക്കാനാ പറഞ്ഞേ. ഇവിടെ പറയുന്നതോ 27-ാമത്തെ, ഞാൻ അവയെ അറിയുകയും. കണ്ടോ, എന്നെ അനുഗമിക്കുമ്പോൾ സകലവും വിടണം. ചിലതൊന്നും വിടാതെ ഇന്നും പിടിച്ചു വച്ചിരിക്കല്ലേ. അമ്മേ ഒരു ചുങ്കക്കാരൻ പറഞ്ഞു, അനഘൃതമായി ഞാൻ സമ്പാദിച്ചതിൻ്റെ ഇരട്ടി ഞാൻ കൊടുക്കാം. കർത്താവിൻ്റെ വരവിലേ എപ്പം വേണമെങ്കിലും സംഭവിക്കും. കർത്താവിൻ്റെ വരവിൽ കാണണ്ടേ, കർത്താവിൻ്റെ വിളിക്കാത്ത ശബ്ദത്തിൽ കേൾക്കണ്ടേ, കർത്താവ് നിന്നെ അറിയണ്ടേ.
ആമേ. കർത്താവ് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരണ്ടേ? കർത്താവ് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കണ്ടേ? ദൈവാത്മാവ് നിന്നോട് സംസാരിക്കണ്ടേ? ഓ, ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവശബ്ദം നീ കേൾക്കണ്ടേ? ആമേ. ഇടയന്റെ ശബ്ദം ആടുകൾ കേൾക്കണ്ടേ? ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ഇടയന്റെ ശബ്ദം എനിക്ക് കേട്ടാൽ മതി എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നു, നിന്നെ കരുതുന്ന, ഇന്ന് പകൽക്കാലം പറയാ, ഇടയന്റെ ശബ്ദം കേൾക്കാൻ റെഡിയാണെങ്കിൽ, ഇടയന്റെ ശബ്ദം കേൾക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ നീ വിചാരപ്പെടുന്നത് ഒന്നും വിചാരപ്പെടേണ്ട വരത്തില്ല. ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടണ്ട. ഇടയന്റെ കീഴിലാണ് ഇരിക്കുന്നെങ്കിൽ നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. നിന്റെ തലമുറയെ തമ്പുരാൻ പിടിച്ചുകൊണ്ടുവരും. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ തലമുറയുടെ ഭാവി അവന്റെ കൈ സുരക്ഷിതമാ, നിന്റെ ഭാവി അവന്റെ കൈ സുരക്ഷിതമാ എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പറയും, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. 22ാമത്തെ വാക്യം പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ എന്നെ അനുഗമിക്കുന്നവർക്ക് മാത്രം. ആമേൻ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. പരിമിതിയുണ്ട് പറയുവാൻ. എന്നെ അനുഗമിക്കുന്നവർക്ക് മാത്രം നിത്യജീവനുള്ളൂ. ഇന്ന് പകലോർത്തോളം എന്തിനെയൊക്കെ അനുഗമിക്കുന്നു നോക്കണം. ഇന്ന് യേശുവിനെ മാത്രം അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ബൈബിൾ പറയുക, ആമേ, അതുകൊണ്ടാ പറഞ്ഞ നിനക്കൊരു കുറവുണ്ട്, നീ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുക. ആമേ. ഒരുത്തൻ പറഞ്ഞു, ഞാനുള്ളതെല്ലാം വിറ്റ് ആമേ ദരിദ്രർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് പറയുന്നു, ഇവനും അബ്രഹാമിന്റെ സന്തതിയായാൽ ഇവന്റെ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഇവിടെ പറയുന്നു, എന്നെ പിന്തുടരുന്നവർ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും. ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞേ, ഈ ഭൂമിയിൽ ഇരുന്നാലും ഈ ഭൂമി വിട്ടാലും ഞാൻ നശിച്ചു പോകത്തില്ല. ഓ, എത്ര പേര് വിശ്വസിക്കുക? ഈ ഭൂമിയിൽ ഞാൻ ഇരിക്കുന്നത് ആമേ അനുഗ്രഹത്തോടെ ഞാൻ ഇരിക്കും. എത്ര പേര് പറയുന്നുണ്ട്? ആവർത്തന പ്രസംഗം പറഞ്ഞ പട്ടണത്തെ നീ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അത് വാക്കുമാറെന്നല്ല. യേശുവിന്റെ കൂടെ നീ നിൽക്കുന്നവരിൽ, യേശുവിന്റെ സുവിശേഷത്തിൽ നീ വിശ്വസിക്കുന്നവരിൽ, യേശുവിന് വേണ്ടി നടക്കുന്നവരിൽ, യേശുവിന് വേണ്ടി നിൽക്കുന്നവരിൽ, നിന്റെ ആരോഗ്യം യേശുവിന് വേണ്ടിയുള്ളതാണെങ്കിൽ, നിന്റെ ശബ്ദം യേശുവിന് വേണ്ടിയുള്ളതാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ നശിച്ചു പോകാൻ സ്വർഗം സമ്മതിക്കത്തില്ല. പറയുന്നു, ആരും അവൻ ഒരു നാൾ നശിച്ചു പോകില്ല. ആരും അവന്റെ കയ്യിൽ നിന്ന് സുരക്ഷിതം പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു രോഗം നിന്നെ കീഴടക്കി കളയത്തില്ല. കടഭാരം നിന്നെ കീഴടക്കി കളയത്തില്ല. ദേശത്ത് നിന്റെ തലമുറ നിന്ദിക്കപ്പെട്ടു പോകത്തില്ല. നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ചില അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്ന് പകൽക്കാലം പറയണം, സറാഫത്തിൽ ഒരു വിധവ ആത്മഹത്യക്ക് വേണ്ടി ഇരുന്നാലും അവിടേക്ക് പ്രവാചകനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വഴി മുഴുവൻ അടഞ്ഞു പോയാൽ നിന്റെ തൊട്ടിയിലെ മാവിന് കുറവില്ലാത്തവണ് ഒരു കരുതുന്ന ദൈവമുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിന്നെ കരുതാവുന്ന ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ നടത്താവുന്ന ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ആശ്രയം യേശുവിലാണെങ്കിൽ, ഇന്ന് പകൽക്കാലമാണ് നിന്റെ ആശ്രയം യേശുവിലാണെങ്കിൽ, നീയോ നിന്റെ തലമുറയോ ദേശത്തിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു പടയാളിയാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, എന്റെ ഭാവിയെ അറിയുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. എന്റെ ഭവനത്തെ അറിയുന്ന, എന്റെ തലമുറയെ അറിയുന്ന, ഞങ്ങളുടെ കൂട്ടായ്മയെ അറിയുന്ന ഒരു നല്ല കർത്താവ് അവൻ സ്വർഗത്തിലുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക ഇന്ന് പകലിൽ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ആമേ, നിത്യജീവന്റെ ഉടമ്പടിക്കകത്ത് നിൽക്കുന്ന നിങ്ങളോട് പറയുക, ആമേ, ഒരു നാൾ നശിച്ചു പോകത്തില്ല. എത്ര പേര് പറയുന്നുണ്ട്? ആമേ, കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനാ ഞാനും എൻ്റെ കുടുംബമോ, ആമേ, ഇന്ന് കാണുന്ന ശൂന്യത എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് ഇവിടൊക്കെ വഴി അടയപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടെ, നാട്ടുകാർ നിന്നെ കുറിച്ച് പറയും, നിന്റെ തലമുറ ഇങ്ങനെയാണെന്നൊക്കെ നാട്ടുകാർ പ്രവചിക്കുന്നതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയണം, എൻ്റെ തലമുറയുടെ അനുഗ്രഹം വരാൻ പോകുന്നതിനുള്ള വേറെ ഇന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്നെ കണ്ടവൻ, എന്നെ പേർ ചൊല്ലി വിളിച്ചവൻ, അവൻ എന്നെ ലജ്ജയ്ക്കായി വിടത്തില്ല. ഇവിടെ പറയും നശിച്ചു പോകുകയില്ല. ആരും അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എത്ര പേര് പറയുന്നുണ്ട്? യേശുവിന്റെ കയ്യിൽ ഞാൻ ഇവന്റെ കുടുംബവും സുരക്ഷിതരാന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യോശുവ വിളിച്ചു പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നവരായി മാറും. ഇന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 29ാമത്തെ വാക്യം പറയുന്നു, അവ തന്നിരിക്കുന്നത് എന്റെ പിതാവാകുന്നു. എന്നിട്ട് പറയാ, എല്ലാവരും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആമേ. പിതാവിന്റെ കയ്യിൽ നിന്ന്
ഇന്ന് പകൽക്കാലം പറയണം, ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുന്നവരാണോ? ഇന്ന് പകൽക്കാലം പറയണം, ഇതുകൊണ്ട് നേടിയെന്നല്ല പറയേണ്ടത്, ഞാൻ കർത്താവിന് പകരമായി നിന്നെന്ന് പറയുന്നവർ. ഇന്ന് പകൽക്കാലം അറിയണം, ഒന്നുമില്ലായ്മ ദൈവസന്നിധി വന്നു, ഇന്ന് വലുതെല്ലാം നേടി. എന്നതാ നേടിയത്? ഈ ഭൂമിയിലെ കുറേ എസ്റ്റേറ്റുകൾ മേടിച്ചു, റിസോർട്ടുകൾ മേടിച്ചു, ബംഗ്ലാവ് വെച്ചു. ഇതൊന്നുമല്ല കർത്താവ് കണക്കിടുന്നത്. ഇന്ന് നീ നേടിയത് എത്രയാണ്? അതുകൊണ്ട് നിന്റെ ഫലം കായ്ക്കണം. നീ നല്ല ഫലം കായ്ക്കുന്നുവെങ്കിൽ, നീ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമാകാതെ നല്ല ഫലം കായ്ക്കുന്നതാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ആകാത്ത വൃക്ഷത്തെ വെട്ടി തീയിലിടുന്നൊരു കാലമുണ്ട്. ഇന്ന് പകൽക്കാലം, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുത്തെ ജീവിതം അവസാനിക്കും. എൻ്റെ യേശു കർത്താവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്തറിയണം, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ എത്ര പേര് വിളിച്ചു പറയുന്നു, കർത്താവ് വിളിച്ചു പറയണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്. ഇന്ന് പകൽ ആ വിളി കേൾക്കുന്നില്ലെങ്കിൽ, കർത്താവ് നിന്റെ നാമത്തിൽ പ്രവചിച്ചെന്ന് പറയുന്നതോ, നിന്റെ നാമത്തെ ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് പറയുന്നോ, നിന്റെ നാമത്തെ രോഗികളെ സൗഖ്യമാക്കിയെന്ന് പറയുന്നതല്ല, അവിടെ ഇതൊന്നും വില പോകത്തില്ല. സഹോദര, നിനക്കായി നിത്യമായ ഒരു നരകം താഴെ കാത്തുവെച്ചിട്ടുണ്ട്. ഇന്നല്ല പറയേണ്ടത്, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഭവനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ അതുകൊണ്ടാണ് പൗലോസ് നല്ല പോർപരിധി ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി അവൻ വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അറിയണം, ക്രിസ്തുവിന് വേണ്ടാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ക്രിസ്തുവിനെ വെച്ചുകൊണ്ടുള്ള ഒരു സമ്പാദ്യം എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ട്, മതിയെന്ന് വെപ്പി. നിന്നെ പോറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അബ്രഹാമിനോട് നിന്റെ അതിരുകളെ വിശാലമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, അതിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയുടെ മേൽ വന്നു ചേരുക. ഇന്ന് പകൽ ദേശത്ത് നിന്നെ നിന്ദിക്കപ്പെടുവാൻ, നീ ലജ്ജിച്ചു പോകാൻ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിൽ നീ വീണാൽ, കഷ്ടതയിൽ വീണാൽ, സിംഹത്തിന്റെ ചൂളയിൽ വീണാൽ, തീക്കകത്ത് വീണാൽ, ദൈവത്തെ മുൻനിർത്തുന്നവനാണോ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവശബ്ദം ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി നിന്നിട്ട് ഒരു സിംഹത്തിന്റെ കുഴി കളഞ്ഞാൽ അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. 3 യുവാക്കളെ എടുത്ത് തീക്കകത്ത് കളഞ്ഞപ്പോ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. പത്മോസിനകത്ത് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. വിരുദ്ധ്യാദ്വീപിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. യോനായ്ക്ക് വേണ്ടി സ്വാമി മീനെ ഒരുക്കിയ ഒരു ദൈവമുണ്ട്. ഇന്ന് കാനാവിലെ കല്യാണത്തിന് ഭവനത്തെ ലജ്ജയ്ക്ക് വിടാത്ത ഒരു ദൈവമുണ്ട്. ദാനിയേൽ ഇറങ്ങി ഒരു സഹോദരനെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ വിളിച്ചു പറയണം, ആ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത എനിക്കൊരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. അവനെ ഉളവാക്കുന്നത് മതി എൻ്റെ പാ. ഈ ഭൂമിയിൽ ഒന്നും നേടിയാലും നേടിയില്ലേ, ഈ ഭൂമിയിലെ നേട്ടമല്ല ഞാൻ പറഞ്ഞത്, സ്വർഗം നിന്നെ കാത്തു പരിപാലിക്കുമെന്ന് പറഞ്ഞത്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഭൂമി നേടിയവർ പലരും ആത്മഹത്യയിലേക്ക് പോയപ്പോ സമ്പന്നതയുടെ കൊടുമുടി നിൽക്കുന്ന പലരും ഇന്നലെ പേപ്പറിനകത്ത് കിടക്കുന്ന സമ്പന്നതയുടെ കൊടുമുടി നിന്ന് ഇനി എന്നാ നേടണം ചിന്തിച്ച പലരും ജീവിതം മടുത്ത് റിവാൾവറിനും ആത്മഹത്യക്കും 11ാം നിലയിൽ താഴെ ചാടി ആത്മഹത്യ ചെയ്തവരും 2 ലക്ഷം കോടിയുടെ സമ്പാദ്യമുള്ളവർ പോലും ആത്മഹത്യ ചെയ്യുമ്പോ ഒന്നും പറയാനില്ലാത്ത നമ്മൾ തുള്ളിച്ചാടി ആരാധിക്കുന്നതിന് കാരണം അറിയാമോ? യേശുവിനെ കണ്ടതൊന്ന് മാത്രമാ, യേശുവിനെ കണ്ടതൊന്ന് മാത്രമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്റെ കർത്താവ് എനിക്ക് തന്ന കൃപയാണ്. ഹല്ലേലൂയ. 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം ഒന്നും കിട്ടിയില്ലേലും രാത്രി ചെറിയൊരു ചമ്മന്തിയും ഒരു കഞ്ഞിയൊക്കെ കുടിച്ച് ഒരു പ്രാർത്ഥന ചൊല്ലി കിടക്കുമ്പോൾ കിട്ടുന്ന സമാധാനമുണ്ടല്ലോ, ഈ ഭൂമി തരാത്ത ഒരു സമാധാനമാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ആ സമാധാനം തന്നത് യേശുവാ. യേശു പറഞ്ഞു, ഞാൻ ഞങ്ങൾ സമാധാനം തന്നു പോകുന്നു, അത് ലോകം തരുന്ന പോലല്ല എന്ന് അരുളിച്ചതിന്റെ കാരണം ഈ സ്വസ്ഥതയെ സമാധാനം തരുവാൻ എനിക്ക് ഒരുവനേ ഉള്ളൂ. എനിക്ക് വേണ്ടി ജീവൻ വെച്ച കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്. വിളിച്ചു പറയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അവനെന്റെ സൗഖ്യദായകനാ, അവനെന്റെ വിടുവിക്കുന്നവനാ, അവനെന്റെ കുഞ്ഞുങ്ങളുടെ രക്ഷകനാ, എന്റെ മാർഗമേവ, അവനെന്റെ ഇടയനായവനാണ്. ഇന്ന് പകൽക്കാലം ജീവനുള്ളിടത്തോളം കാലം അവന്റെ നാമത്തെ സ്തുതിക്കും എന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, എന്റെ കർത്താവിനെ കൂടാത്തത്, എന്റെ യേശുവിനെ കൂടാത്തതെന്ന് എന്റെ ജീവിതത്തിൽ വേണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അതുകൊണ്ടാ പറയുന്നത്, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ
അവനെ അനുഗമിക്കുന്ന ഒരു തനിച്ചാൽ അവൻ തന്നെ നിഷേധിച്ച് നാൾ തോറും ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ. ഇന്ന് കർത്താവിനെ അനുകാരിയാകുന്നുണ്ടോ? ആമി സമുദായം സപ്പോർട്ട് ചെയ്യത്തില്ല, സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്യത്തില്ല, ആമി ദൈവസഭ സപ്പോർട്ട് ചെയ്യത്തില്ല, ആമി വലിയ ദൈവദാസന്മാർ നിനക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല. ആരും നിനക്ക് സപ്പോർട്ട് ചെയ്യാത്തപ്പോൾ ഒരുവൻ നിനക്ക് സപ്പോർട്ടായി വരും. ആമേ, ആരും നിനക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ പ്രതികൂലത്തിന്റെ കാറ്റുമായിട്ട് വന്നാൽ അതിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയാൽ മാറ്റി നിർത്താത്ത ഒരു കർത്താവുണ്ട്. ചിലപ്പോൾ നീ അനുഭവിക്കേണ്ട നിന്നയായിരിക്കാം, നീ അനുഭവിക്കേണ്ടത് പല നിന്ദകളിൽ കൂടെ നീ നടന്നു പോകാം. ചിലരുടെ പരിഹാസങ്ങൾ നിന്റെ ജീവിതത്തിൽ വരാം. അനേക നിന്ദകളിൽ കൂടെ വരാം. ചിലപ്പോൾ നിന്റെ പൊട്ടിപ്പേറിന് ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. ചില പൊട്ടക്കിണർ നിനക്ക് ജീവിതത്തിൽ വരാം, ചില കാരാഗ്രഹങ്ങൾ നിനക്ക് ജീവിതത്തിൽ വരാം. പക്ഷെ ഞാൻ ഒന്ന് പറയാം, യേശുവിനെ അനുഗമിച്ചവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരാതെ എന്റെ ദൈവം നിന്നെ കാത്തു പരിപാലിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ദേശത്തിനകത്ത് നിന്നെ അറിയപ്പെടുന്ന പോലെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പത്രോസിനെ അറിയാത്തൊരു കാലമുണ്ടായിരുന്നു, പത്രോസിന്റെ ശുശ്രൂഷയെ മാനിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു, പത്രോസിനെ ചിന്തിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. പത്രോസിനെ മാറ്റി നിർത്തിയെങ്കിൽ ഇന്ന് പകൽ പത്രോസ് നിൽക്കുന്ന സ്ഥലം എവിടാന്ന് അന്വേഷിച്ച് ചെന്നൊരു കാലമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം പത്രോസ് യോപ്പയിൽ ഉണ്ടെന്ന് അറിഞ്ഞ് ആളിനെ വിട്ടെങ്കിൽ ഇന്ന് പകൽ നീ അറിഞ്ഞോ, നിന്നെ മാറ്റി നിർത്തിയവർ പലരും നിന്നെ അന്വേഷിക്കുന്ന ഒരു കാലമുണ്ട്. നീ കാരണം യേശുവിന്റെ അനുകാരിയായതുകൊണ്ട് ഇന്ന് പകൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിന്നെ വിട്ടിറങ്ങിപ്പോയവര്, നിന്നെ നിന്ദിച്ചവര്, നിന്നെ പരിഹസിച്ചവരുമാണ്. പക്ഷെ അവരുടെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ മാനിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു യേശു കർത്താവുണ്ട്. ഓ, ഇന്ന് പകൽക്കാലം മനുഷ്യനെ തടയാത്തത് സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം പറയാം, നീ ഇന്ന് നീതിമാനാണോ? നിന്റെ തലമുറ പോലും അപ്പത്തിന് ഇറക്കേണ്ട വരത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്തു. വഴിയും വാതിലും എന്റെ ദൈവം ഒരുക്കുമെന്ന് പറയുന്നവർക്കായി സ്തോത്രം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമി, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമി, സക്കായി ഇറങ്ങി വന്നപ്പോൾ ഓർത്തണോ, ആമി സക്കായി അത്തിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വാക്ക് അവിടെ കിടക്കുന്നു. അവൻ ഇറങ്ങി വന്ന ബന്ധപ്പെട്ട. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, ബന്ധപ്പെട്ട് ഇറങ്ങിയവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സമുദായങ്ങളിൽ നിന്ന്, ചില ഭവനങ്ങളിൽ നിന്ന്, ആമി ചർച്ചക്കാരുടെ നിന്ന് ഒത്തിരി ബന്ധപ്പാട് സഹിച്ചല്ല നിങ്ങൾ ഇറങ്ങി വന്നേ. നിങ്ങളെ ഒരു നാളും എൻ്റെ കർത്താവ് കൈവിടത്തില്ല. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെക്കുറിച്ച് ദേശത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടോ? ഇന്ന് നിങ്ങളെക്കുറിച്ച് പരിഹസിക്കുന്നുണ്ടോ? നാളെ നിങ്ങളെക്കുറിച്ച് മാനിക്കുന്ന ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ ആശാരി ചെറുക്കെന്ന് പറഞ്ഞെങ്കിൽ, ആമി ക്രൂശിൽ തറച്ചവൻ പറഞ്ഞു ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം മരണപാശങ്ങൾക്ക് പോലും പിടിച്ചു വെക്കാൻ മേലാത്ത പോലെ കല്ലറകളെ ഭേദിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരടയാളമായി സ്വർഗം നിങ്ങളെ മാറ്റും. ആർക്കും നിഷേധിക്കാൻ മേലാത്ത ഒരടയാളമായി സ്വർഗം നിങ്ങളെ മാറ്റുക തന്നെ. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ അറിയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുന്നുവെങ്കിൽ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വസിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ഭൂമി ഞാൻ വെട്ടിപ്പിടിച്ചതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പ്രമാണി പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, നിനക്കുള്ള വിറ്റിട്ട് ദരിദ്രന്മാർക്ക് കൊടുക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ഈ ഭൂമിക്കകത്ത് വലിയ വാഹനങ്ങളിലോ വലിയ ബംഗ്ലാവുകളിലോ വല്ലതും വെക്കുന്ന നല്ല കർത്താവിന്. കാരണം നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിനെ ഇന്ന് പകൽക്കാലം അറിയണം. വലിയൊരു കൺവെൻഷൻ വെക്കുന്നതിലല്ല കാര്യം. ഒരു ഭാവിയെങ്കിലും മാനസാന്തരപ്പെടുന്നെങ്കിൽ സ്വർഗരാജ്യം നിന്നോട് കൂടെ നിൽക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലിലും പറയണം, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുന്നവരാകും. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. എത്ര പേര് പറഞ്ഞ് ഏറ്റെടുക്കും? ഞാൻ നിൽക്കുന്നത് എൻ്റെ യേശുവിന് വേണ്ടിയാ. ഞാൻ എൻ്റെ യേശുവിന് പകരമായി അനേക ഭവനങ്ങളിൽ യേശുവിനെ പറയാൻ എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യേശുവിനെ പറയും. ഹല്ലേലൂയ. കാരണം കർത്താവിനെ എങ്ങനെ പറയും? കാരണം എന്നറിയോ? ലോകം തരുന്ന സമാധാനം തരാത്ത ഒരുവനേ ഉള്ളൂ, അതെൻ്റെ കർത്താവാ. ഹല്ലേലൂയ. ലോകം തരുന്ന സമാധാനം ആത്മഹത്യയിലേക്ക് മാറുമെങ്കിൽ യേശു തരുന്ന സമാധാനം നിത്യത്തിലേക്ക് വരും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ലോകം തരുന്ന സമാധാനം ആത്മഹത്യയിലേക്കും മരണത്തിലേക്കും മാറുമെങ്കിൽ
എൻ്റെ യേശു തരുന്ന സമാധാനം നിത്യതയുടെ ഓഹരിക്കാരാകും. ഇന്ന് പകൽക്കാലം പറയണം, രക്ഷിക്കപ്പെട്ടവൻ്റെ സ്വപ്നം ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല, യേശുവിൻ്റെ വരവിനായി. എത്ര പേര് അമ്മി പറയുന്നുണ്ട്? ആ പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവിനകത്ത്, നിങ്ങളുടെ അകത്ത് ആത്മനിറവിനകത്ത് തിരിച്ചറിയണം, ആമി എത്ര കാലമുണ്ടോ അത് ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. ആമി ഇന്ന് പകൽക്കാലം പറഞ്ഞ ഒരു കള്ളപ്രവചനവും നടത്തി, ഒരു കാര്യങ്ങൾ ചെയ്ത് ഒന്നും സമ്പാദിക്കാൻ നിൽക്കല്ലേ. ആത്മാവിൻ്റെ ഹിതപ്രകാരം, ആത്മാവിൻ്റെ ശബ്ദപ്രകാരം, ആത്മാവിൻ്റെ ഹിതപ്രകാരം മാത്രം നീ യാത്ര ചെയ്യുക. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുത്തു പോകല്ലേ. ഹല്ലേലൂയ. നന്മ ചെയ്താൽ നിങ്ങൾക്കൊരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നന്മ ചെയ്താൽ നിനക്കൊരു കൊയ്ത്ത് ദൈവം നമ്പരാൻ വെച്ചിട്ടുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പറയുന്നവർക്കായി വിതച്ചതേ കൊയ്യാൻ പറ്റുള്ളൂ. വിതച്ചത് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ കൊയ്യും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചേ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ നിങ്ങൾ അനുകാരികളാണോ? ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുകാരികളാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര നന്മകൾ ചെയ്യുന്നു? മറ്റുള്ളവരുടെ കണ്ണുനീര് നിങ്ങൾ കാണുന്നുണ്ടോ? ഭാരത്തോടെ നിൽക്കുന്നവരുടെ ഭാരത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? യഥാർത്ഥത്തിൽ പറയാൻ പറ്റുമോ, ക്രിസ്തുവിൻ്റെ പകരക്കാരനാണ് ഞാനെന്ന്? യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവും ഒന്നാ. ഇന്ന് ധൈര്യത്തോടെ പറയോ, എന്നെ കണ്ടവൻ യേശുവിനെ കണ്ടിരിക്കുന്നു, ഞാനും യേശു ഒന്നാ. ഹല്ലേലൂയ. അവൻ്റെ ജീവൻ എന്നിൽ വസിക്കുന്നു പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് പകലിൽ പറയണം, ക്രിസ്തുവിൻ്റെ അനുകാരിയാകണം. ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവർ, ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നവർ, ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കാനിരിക്കും? അതോ എനിക്കും എൻ്റെ പെണ്ണുമ്പിള്ളയ്ക്കും പിള്ളേരെന്നുള്ള പ്രാർത്ഥനയാണോ ഇന്ന് പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ പ്രാർത്ഥിക്കാൻ എത്ര പേര് ഒരുക്കത്തോടെ പ്രാർത്ഥിക്കും? രാത്രിയിൽ ഒരു പണിയില്ല എന്നാൽ പിന്നെ രണ്ടുപേരുടെ പേര് പറഞ്ഞേക്കാം. അല്ല, അവരുടെ സങ്കടം നിന്നോട് പറഞ്ഞാൽ നീ ഇടിവിൽ ദൈവത്തോട് നിലവിളിക്കാൻ റെഡിയാവോ? നീ കർത്താവിന് പകരമായി നീ ചെയ്യാൻ പറ്റുമോ? എന്ന് പകൽ ഒന്നും ലഭിച്ചില്ലെങ്കിലും, ഒന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ കർത്താവിനെ ദേശത്തുനിന്ന് ഉയർത്താൻ ഒരു ഭാഗ്യമുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. എന്ന് പകലിൽ പറയണം, ദൈവാത്മാവ് നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവ മക്കളാകും. ഇന്ന് പകൽക്കാലം ആരും നിങ്ങളെ അനുകൂലിക്കണ്ട. ദൈവം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എൻ്റെ കർത്താവും ദൈവവുമേ, അങ്ങയുടെ കരുതലിനായി കൃപയ്ക്കായി ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ കർത്താവെ ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.